കേരളത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരിടത്തും പോലും ഇ.പി. ജയരാജൻ പ്രചരണത്തിന് പോവുകയോ അവിടെ താരമായി മാറുകയോ ചെയ്തില്ല. തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം കഴിഞ്ഞു, പ്രചരണമെല്ലാം കഴിഞ്ഞു, പോളിംഗ് തുടങ്ങിയ പ്രഭാതത്തിൽ തന്നെ ഇ.പി. ജയരാജൻ താരമായി ഇതാ രംഗത്ത് വന്നു. കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ചില കാണാമറ തൊളിഞ്ഞിരിക്കുന്ന ചില പ്രത്യേക തന്ത്രങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇ.പി. ജയരാജൻ ഇപ്പോൾ പുറത്ത് വന്നത് അതല്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ 3 സ്ഥലത്തും ഇ.പി. ജയരാജൻ പ്രചരണം നടത്താനോ പ്രസംഗിക്കാനോ വോട്ട് പിടിക്കാനോ ഒന്നിനും പോയിട്ടില്ല. പക്ഷേ ആ ദിവസം പോളിംഗ് തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇ.പി. ജയരാജൻ ഒരു താരമായി മാറി. ഇ.പി. ജയരാജൻ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാവിലെ വന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ട് ഞാൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടേനെന്താ കുഴപ്പം, ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞ് ഒരു ബോംബ്, ഇ.പി. ബോംബ് എന്ന് പറയുന്ന ബോംബ് പൊട്ടിച്ചതുപോലെ ഇപ്പോഴിതാ ഇ.പി.യുടെ ആത്മകഥ പുറത്തു വരികയും അതൊരു ബോംബായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ ഇ.പി. ജയരാജൻ പ്രധാനമായിട്ട് ഇന്ന് പോളിംഗ് നടക്കുന്ന ദിവസത്തെ ഉപതെരഞ്ഞെടുപ്പിന് പോളിംഗ് നടക്കുന്ന ദിവസത്തെ താരമായി മാറിയത് ഇ.പി. ജയരാജനാണ്. അല്ല, ഇതുപോലെ കേരളത്തിൽ ഇതിനു മുമ്പൊരു സംഭവം നടന്നിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം, പോളിംഗ് നടക്കുന്ന ദിവസം ഒരു താരമായി മാറിയത് വി.എസ്. അച്യുതാനന്ദനാണ്. നമുക്കറിയാം, നമുക്ക് ഓർമ്മയുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ ടി.പിയുടെ വീട്ടിൽ പോയത് നമുക്കറിയാമല്ലോ. ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടി കൊലപ്പെടുത്തി ആ ദുഃഖത്തിൽ കഴിയുന്ന ടി.പിയുടെ വിധവയായ രമയെ ഈ അച്യുതാനന്ദൻ ആ ഒരു ദിവസം പ്രഭാതത്തിൽ അവിടെ ചെന്ന് ഈ സ്വന്തം മകളെ ആശ്വസിപ്പിക്കുന്ന പോലെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച രംഗങ്ങൾ നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്. കണ്ണീരോടെ കേരളം കണ്ട ഒരു ദൃശ്യമാണത്. അതെന്നായിരുന്നു അറിയാമല്ലോ, നെയ്യാറ്റിൻകരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമായിരുന്നു. നെയ്യാറ്റിൻകരയിൽ CPM-നോടൊപ്പം നിന്ന സെൽവരാജ് രാജിവെച്ചിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ UDF-ലോട്ട് കോൺഗ്രസിലോട്ട് പോവുകയും അങ്ങനെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്യുന്ന ഒരവസരം. അതായത് CPM-ൻ്റെ ഒരു നിർണായകമായ തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതായത് CPM-ലായിരുന്ന സെൽവരാജ് രാജിവെച്ച് പാർട്ടിയുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടായി കോൺഗ്രസ്സിൽ ചേരുകയും MLA സ്ഥാനം രാജിവെക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് പോയത്. അങ്ങനെ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ സെൽവരാജ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വരികയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് പോളിംഗ് നടക്കുന്ന ദിവസം വി.എസ്. അച്യുതാനന്ദൻ ഈ ടി.പി. ചന്ദ്രശേഖരനെ വധിച്ച അല്ലെങ്കിൽ അതിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന രമയെ പോയി ആശ്വസിക്കാൻ പോയ സംഭവം അന്നത്തെ പോളിങ്ങിനെ വല്ലാതെ ബാധിച്ചു. അത് CPM-ന് പരാജയപ്പെടാനും സെൽവരാജിന് വിജയിക്കാനും കഴിഞ്ഞു എന്നുള്ളത് കേരള ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിനം തന്നെയാണ്. അതുപോലെയാണ് ഇപ്പോൾ ഇ.പി. ജയരാജൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കുന്ന ദിവസം രാവിലെ വന്ന് പ്രകാശ് ജാവ്ദേക്കറെ ഞാൻ കണ്ടേന് എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയും അതൊരു ബോംബായി മാറുകയും അത് 19 LDF സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്താൻ കാരണമാവുകയും ചെയ്തു എന്ന് പിന്നെ പാർട്ടി വിലയിരുത്തുകയും ചെയ്ത സംഭവമാണ്. ഇപ്പോഴിതാ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് CPM-ൻ്റെ സിറ്റിംഗ് സീറ്റാണ്, ഒരു സീറ്റ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുമാണ്. എന്തായാലും ഇത് രണ്ടും വിജയിക്കേണ്ടത് ഭരണമിരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ CPM-ൻ്റെ ആവശ്യമാണ്. പ്രത്യേകിച്ച് സിറ്റിംഗ് സീറ്റായ ചേലക്കര ജയിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ആ ഒരു വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പോളിംഗ് നടക്കുന്ന ദിവസമാണ് ഇ.പി. ജയരാജൻ അതിൻ്റെ പുസ്തക പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇ.പി. ജയരാജൻ ഈ തെരഞ്ഞെടുപ്പിലും താരമായി മാറിയിരിക്കുകയാണ്.